സമ്മതിക്കത്തില്ലേടി? ഞാനും സമ്മതിക്കുന്നില്ല. ഒട്ടും സമ്മതിക്കത്തില്ല. സമ്മതിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാനേ ആദ്യം പെറു. പെറു അല്ല, ഫ്രാൻസ്. എടി അതല്ല പറഞ്ഞത്, ഞാനേ ആദ്യം പ്രസവിക്കത്തുള്ള. ഞാനൊരു കാര്യം പറഞ്ഞ, നീ പ്രസവിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞാൻ പ്രസവിച്ചിരിക്കും. എന്തായാലും നിന്റെ വയറ്റിൽ വല്ല ടൈം പീസ് ഫിറ്റ് ചെയ്തിരിക്കണം. ടൈം പീസ് ഫിറ്റ് ചെയ്തേ. തുള്ളല്ലേ, നിന്റെ വയറ്റില് സ്പ്രിംഗ് ആണ്, അത് കുഞ്ഞാണാ? യോ, നീ കൂടുതൽ സംസാരിക്കില്ലടി. എടി ഞാൻ അധികം നിന്നോട് ദേഷ്യപ്പെടാത്തതേ, എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബെഡ് റെസ്റ്റ് വേണം, അതുകൊണ്ടാ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബെഡ് റെസ്റ്റ് ആവൂല, നിന്റെ വായിക്ക് റെസ്റ്റ് ആയിരിക്കും. യോ, നീ കൂടുതൽ സംസാരിക്കണ്ടടി. എടി ഈ സ്വന്തം ഭർത്താവ് പണി സൈറ്റിൽ നിന്ന് വീണ് കൈയും കാലും ഒടിഞ്ഞ് അവിടെ വീട്ടിൽ കിടന്നപ്പോ അതിന്റെ തലക്കലിൽ നിന്ന് നീ മേക്കപ്പ് ഇട്ടവളല്ലേടി? അതിന്റെ അമ്മയച്ഛനും പറഞ്ഞിട്ടുണ്ട്. അമ്മയച്ഛനും എന്താ പറഞ്ഞു? ഭർത്താവ് ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്ന ഭാര്യ വേണം മേക്കപ്പ് ചെയ്യാന്ന്. കൊള്ളാം, അമ്മയെ കൊള്ളാം, അച്ഛനും കൊള്ളാം, നിന്റെ വീട്ടുകാരെല്ലാം കൊള്ളാടി. എന്റെ വീട്ടുകാർ ഇനി പറഞ്ഞ അതിന് തനി കൊണറിയും. കാര്യം പറയാം, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അധികം സംസാരിക്കരുത്, പ്രഷർ എടുക്കരുത്, സുഖപ്രസവം വേണം. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക. എന്റെ ഭർത്താവ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടടി സുഖപ്രസവം വേണം, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു കേട്ടാടി. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ പ്രഷർ അടിക്കൽ വയ്യാണ്ടാവും. നല്ല രമേ, എന്റെ വയറ്റിലേ കുഞ്ഞാണാ അതോ മറ്റേ ഫുട്ബോൾ കളിക്കാർ പിള്ളേരാണോന്ന് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. നിന്റെ വയറ്റിൽ കളിക്കാരായിരിക്കും, പക്ഷെ എന്റെ വയറ്റിൽ ഡോക്ടറാ. അത് നല്ലതാ, നിന്റെ മെന്റലിന് വീട്ടിലൊരു ഡോക്ടർ അത്യാവശ്യം. തുടങ്ങി ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് പകരം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മതി, ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞതാ. പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ എന്താണ് ഈ വ്യത്യാസം? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പൈസ കൊടുത്ത് വേദന അനുഭവിക്കുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാതെ നമ്മൾ വേദന അനുഭവിക്കുന്നു. പക്ഷെ ഈ 10 മാസം എന്നത് വലിയൊരു കണക്കല്ലേ? അതുള്ള കാര്യമാണ്. ഈ 10 മാസം എന്നുള്ള ചുരുക്കി 2 മാസം കൊണ്ട് തീർക്കാവുന്ന കേസുള്ളൂ. അത് നടക്കത്തില്ലടി, അത് നടക്കത്തില്ല. കാരണം നമ്മുടെ പിള്ളേർ വലുതായി വരുമ്പോ അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയണം, എടാ 10 മാസം ഞാൻ നിന്നെ നൊന്താടാ പറ്റിയെന്ന്. ആ 10 മാസത്തിന്റെ പഞ്ച് 2 മാസത്തിന് കിട്ടത്തില്ല, മനസ്സിലായോ? നീ കൂടുതൽ സംസാരിക്കണ്ട കേട്ടാ. എന്റെ ഭർത്താവ് വരുന്നോണ്ടാ ഞാൻ. അതെ എന്റെ ഭർത്താവ് കൊണ്ട് പറ്റി ശരിയാക്കി തരണ്ടേ. വരട്ടെടി. വരട്ടെ. കഴിച്ചോ, മതിയാ? ഓക്കെ അല്ലേ? വെള്ളം കുടി ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ. ഭക്ഷണം കഴിച്ച് 2 വയറ് വയറ് നിറഞ്ഞല്ലോ. തന്നെ എല്ലാവരും പറയണത്. അതല്ലേ പറഞ്ഞത്, ഭക്ഷണം കഴിച്ചിട്ട് 2 വയറ് നിറഞ്ഞല്ലോ എന്ന്. ഇത് വീടല്ല, ഹോസ്പിറ്റലാണ്. ശ്രദ്ധിച്ചും ഒച്ച വെക്കാതെ കിടന്നോണം, മനസ്സിലായല്ലോ? അല്ല പിന്നെ ഞാനിപ്പോ വരാം. എന്തുവാടി ഇവിടെ ശല്യം കൊണ്ട് എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കിടക്കണമെന്ന് ആര് പറഞ്ഞു? ഇവിടെ ശല്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്റെ പൊന്നെ, എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടി നിന്നെ കെട്ടിക്കൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോ നീയാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടാ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, അവളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല, അവളെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചേട്ടൻ അവളെയും കൂടി കല്യാണം കഴിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞതാ, ഞാനിപ്പോ ഗർഭിണി, ആ പരിഗണന എനിക്ക് തരണം. അതാ ഞാൻ ഒരു പരിഗണന തരുന്നില്ലേ? അവിടെ മാത്രം പരിഗണന കൊടുത്താ പോരെ, എനിക്ക് വേണം. ഇതേ ഫുട്ബോൾ വിഴുങ്ങിയതല്ല, ഇതും നിങ്ങളെ കുഞ്ഞ് തന്നെ, എനിക്കും വേണം പരിഗണന. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നീ വീട്ടിൽ വന്ന് നിൽക്കാൻ കാരണം അവളാ. ഞാൻ വീട്ടിൽ വന്ന് നിൽക്കാൻ കാരണം അവളാണെങ്കിലും ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം നിങ്ങളാ. ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് ആരോഗ്യത്തോടെ പ്രസവിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? ആരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോ നിനക്ക് ആപ്പിള് വേണം, എനിക്ക് വേണ്ടടി. എനിക്ക് വേണം. ചേട്ടാ ഞാൻ എപ്പോ തിന്നാലും കയ്യിലുള്ള അപ്പുകൾ കാണിക്കുമ്പോഴൊത്തുണ്ടാവള്. എന്റെ പൊന്നു മനുഷ്യ, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടിയെ വയറ്റിലിട്ടോണ്ട് ഞാൻ എന്തോരം സഹിക്കുന്നുണ്ടെന്നറിയാവോ? നിങ്ങളുടെ കുട്ടിയെ വയറ്റിലിട്ട് ഞാൻ എന്തോരം ഛർദ്ദിക്കുന്നു അറിയോ? നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ രണ്ടുപേരും എന്റെ തലേ വന്നുകൊണ്ട് ഞാൻ എന്തോരം സഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാത്തതെന്താ? എടി ഞാനൊരു കാര്യം പറഞ്ഞു, നീ ഇവിടെ ഇരുന്നടി. എടി നമ്മൾ 3 പേരെന്തായാലും നമ്മൾ സെറ്റാണല്ലോ. ഞാൻ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഈ പ്രസവ സമയത്ത് ഇങ്ങനെ വിഷമങ്ങളും വഴക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നെഗറ്റീവായി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാം. ഓക്കെ അല്ലേ? നിന്റെ കുഞ്ഞ് വലുതാകുമ്പോ നിനക്ക് ആരാക്കണമെന്ന് ആഗ്രഹം? എന്റെ നേരത്തെ ആഗ്രഹം ഡോക്ടർ ആക്കണം. ഡോക്ടർ ആക്കണം, നല്ല നല്ല നല്ല. നിന്റെയോ?
എനിക്ക് നമുക്ക് കളക്ടർ ആക്കിയാ മതി. അടിപൊളി. അതിനുള്ള ബുദ്ധിയൊന്നും ആ കൊച്ചിന് കാണത്തില്ലടി. അതിനുള്ള ബുദ്ധിയൊന്നും ആ കൊച്ചിന് കാണത്തില്ല. അതെന്താടി എന്റെ അല്ലേ കൊച്ച് അങ്ങനെ ബുദ്ധി വരാനാ? കാര്യം പറയല്ലേ. അവൾ അങ്ങനെ പലതും പറയും. ആ നേഴ്സ് വന്ന് പറഞ്ഞു ബ്ലഡ് കൊടുക്കണം ഓപ്പോസിറ്റീവ്. അത് ഞാൻ ഇന്നലെ കൊടുത്തു. ആരെന്ന് കൊടുത്തു? എന്റെ ബ്ലഡ് കൊടുത്തു. ചേട്ടാ നിങ്ങൾ ബ്ലഡ് ഓ നെഗറ്റീവ് അല്ലേ? അത് ഞാൻ 2 കുപ്പി കൊടുത്തിട്ടുണ്ടെന്ന്. അതെന്തിനു 2 കൊടുത്തേ? വിദ്യാഭ്യാസം ഒന്നും ഇല്ലേ? 2 നെഗറ്റീവ് ചേർന്നാൽ പോസിറ്റീവ് ആകും. അതല്ല അവൾ ഇങ്ങനെ പറഞ്ഞത്. ഓ മനുഷ്യ നിങ്ങൾ എക്കോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തോ? ഇന്നലെ ഞാൻ അത് ചെയ്തു. എന്നിട്ട് നേഴ്സ് പറഞ്ഞല്ലോ ചെയ്തില്ലെന്ന്. അത് നേഴ്സ് കാണാഞ്ഞിട്ടാ. ആ ഡോക്ടറിന്റെ മുറി ചെന്ന് എല്ലാ മൂലയിലും ചെന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ എക്കോ ടെസ്റ്റ് ചെയ്ത്. ഇതിൽ കൂടുതൽ എക്കോ ടെസ്റ്റ് എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നു തോൽവി ഇങ്ങ് വന്നേ. എനിക്ക് സിസേറിയൻ വേണ്ട, നോർമൽ ഡെലിവറി മതി. നോർമൽ ഡെലിവറി മതി. എടി അത് ഇങ്ങനെയൊന്നും ഈ ഗർഭിണിയായിട്ട് വീട്ടിൽ കയറുന്നിടത്തും കാര്യമില്ല. ഗർഭ സമയത്ത് നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം. ഞാൻ വീട്ടിൽ പണിയുന്നുണ്ടല്ലോ. ആണോ? അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അലക്കുന്ന ആരടി? വാഷിംഗ് മെഷീൻ. അരയ്ക്കുന്നതോ? അത് ഗ്രൈൻഡർ. മീൻ വെട്ടുന്നതോ? അത് ചേട്ടൻ. അത് ഞാനാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്നെ പ്രസവിച്ച എന്റെ അമ്മ ഭയങ്കര അധ്വാനിയായിരുന്നു. എന്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ട് എവിടെയാണെന്നറിയോ? കിണറ്റിലായിരുന്നു. കിണറ്റിൽ പ്രസവിക്കാൻ നിങ്ങൾ എന്താ മാത്രമായിരുന്നാ? മാത്രമായിട്ടല്ലടി. എന്റെ അമ്മ ഒരു ദിവസം ഇങ്ങനെ വെള്ളം കോരാൻ വേണ്ടി കിണറ്റിങ്കര ചെന്ന്. കിണറ്റിങ്കര ചെല്ലുവല്ല എന്റെ അമ്മയ്ക്ക് പ്രസവ വേദന. എന്റെ അമ്മ അയ്യോ എന്നും പറഞ്ഞേ കിണറ്റിലോട്ട് ഒറ്റ വീഴ്ച. ആ വീഴ്ചയിൽ ആ വെള്ളത്തിലോട്ട് ഞാനും പ്രസവിച്ചങ്ങ് വീണ്. അപ്പൊ തന്നെ അമ്മ എന്ത് ചെയ്ത് ആ തൊട്ടി എടുത്തിട്ട് എന്നെ എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് മേലോട്ട് കയറ്റി വിട്ടിട്ട് കൂടിയെന്നൂരോട് പറഞ്ഞു, എടാ എന്റെ കൊച്ചാ വരുന്നത് വെള്ളമല്ല, അവൻ നനഞ്ഞിരിക്കുക, അവനെ ഉണക്കാൻ പറഞ്ഞു. പക്ഷെ അവന്മാരെന്നെ പറ്റിച്ചു കളഞ്ഞടി. അവന്മാരെന്നെ കൊണ്ട് ഇരുത്ത് വെച്ചെന്ന് ആ സൂര്യന്റെ അൾട്രാവയലറ്റൊക്കെ അടിച്ച് ഞാൻ അങ്ങ് കറുത്തുപോയി. പക്ഷെ മരത്തിന്റെ തള്ളി വെച്ചിരുന്ന വെളുക്കുമായിരുന്നല്ലേ ചേട്ടൻ? എന്നിട്ട് വേണം എന്നെ കാക്കതൂറ് നശിപ്പിക്കാൻ. പോടി അവിടെ നിന്ന്. പിന്നെ നിന്നോട് ഞാൻ ആ ലേബർ റൂമിലോട്ട് ചെല്ലാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു. അയ്യോ എനിക്ക് പേടിയാ ചേട്ടാ. എടി നിന്നോട് സിംഹത്തിന്റെ മടലോട്ട് ചെല്ലാന്നല്ല പറഞ്ഞത്, ലേബർ റൂമിലോട്ട് കയറി. എനിക്ക് പേടിയോ പ്ലീസ്, എനിക്ക് പേടിയോ. അയ്യോ ഈ പേടി ആ രാത്രി 12 മണിക്ക് കാണിച്ചത് ഇവിടെ നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. അല്ല പിന്നെ ഞാൻ എന്നാ പറയാനാ? എന്നോടാണോ? നിന്നോടല്ല അവളോടാ പറഞ്ഞത്. ആണോ? ആ ചേട്ടാ. ആ ചേട്ടാ എന്താടി ചേട്ടാ ഇങ്ങനെ കൊഞ്ചല്ലേ? ഈ കൊഞ്ചന്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്നു. മനസ്സിലാക്കണം നീ അത്. എനിക്ക് ബാത്റൂമിൽ പോണം. ബാത്റൂമിൽ പോണോ? എനിക്ക് ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കോതിക്കണം. ചേട്ടാ തുടങ്ങി. എന്താടി? എനിക്ക് ബാത്റൂമിൽ പോണം. ദൈവമേ നിങ്ങൾ എന്തെല്ലാം ഒരുമിച്ച് ഒരു കാര്യം ജീവായിണിക്ക്. രണ്ടാമത്തേതാ? ഇത് രണ്ടാമത്തേത് ആദ്യം പറഞ്ഞു. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ. ചേട്ടാ ഞാനല്ലേ ആദ്യം ബാത്റൂമിൽ പോകാൻ വിളിച്ചത്? അത് അവക്കും ബാത്റൂം എന്നെയല്ലേ ആദ്യം കൊണ്ടുപോകേണ്ടത്? ഇപ്പൊ എന്റെ കൂടെ അല്ലേ നിക്കണേ? അപ്പൊ എന്നില്ല കൊണ്ടുപോകേണ്ടത്? ഞാനല്ലേ ആദ്യം വിളിച്ചത്? എന്റെ കൂടെ നിൽക്കുമ്പോ എന്നെ കൊണ്ടുപോകണം കേട്ടോ. ഒരു കാര്യം ചെയ്തേ, ഈ കൈയും കൊണ്ടുവന്നേ അവിടെ ബാത്റൂമിൽ രണ്ടും കൂടെ പോക്കേ. അല്ല ഓഹോ അപ്പൊ നിങ്ങക്ക് ഞങ്ങളെ നോക്കാൻ പറ്റില്ല എന്നല്ലേ? എടി സുമേ രമേ ചാടി പറയാൻ ആരെങ്കിലും പറഞ്ഞു? അയ്യോ ആദ്യം എനിക്ക് പ്രസവിക്കണേ, ആദ്യം എനിക്ക് പ്രസവിക്കണേ. ചേട്ടാ എന്റെ പൊന്നെ നിങ്ങൾ ഇങ്ങനെ നടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ആദ്യം അവസാനമൊക്കെ ദൈവമാണ് തരുന്നത്, അത് മനസ്സിലാക്കണം നിങ്ങൾ. ദൈവമൊന്നല്ല, നിങ്ങളുടെ അമ്മയാ. എന്റെ അമ്മ എന്ത് ചെയ്തു? നിങ്ങളുടെ അമ്മ കുറച്ചു നേരത്തെ വന്നിട്ട് പറഞ്ഞേ ആദ്യം പ്രസവിക്കണത് ആരാണോ അവർക്കാണ് നമ്മൾ സ്വത്ത് മുഴുവൻ. ആദ്യം ഞാൻ ദൈവമേ ആ ബോംബ് തള്ള ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യമില്ല. ആര് ദൈവം തന്നാണ് നമ്മൾ സ്വീകരിക്കും? അമ്മ അഗ്രിമെന്റ് ഒക്കെ എഴുതിട്ട് വന്നത് ആദ്യം ഞാൻ പ്രസവിച്ചു. സമ്മതിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നിനക്ക് സ്വത്ത് കിട്ടിയാലും നിനക്ക് സ്വത്ത് കിട്ടില്ലാതെ നമ്മക്കല്ലേ? ആര് പറഞ്ഞു? എനിക്ക് കിട്ടിയ നമുക്കും നമ്മളെ കുഞ്ഞിനും, അവൾ കിട്ടിയ അവളുടെ. എന്തായാലും എനിക്ക് ആദ്യം പ്രസവിക്കണം. ഡോക്ടർ തന്നത് എനിക്കാണ്. നിനക്ക് തന്നില്ലേ? ഇല്ല എനിക്ക് ആദ്യം പ്രസവിക്കണം. ചുമ്മാ വന്നെടുക്ക, അവർക്ക് ആയിട്ടില്ല.
സുധാകരൻ സുധാകരൻ ഉണ്ടോ അവിടെ? ഉണ്ട്. ആ സുമ പ്രസവിച്ചു. സുമ പ്രസവിച്ചാ? ആൺകുട്ടാണ്. സന്തോഷം. ആ സുധാകരൻ രമ പ്രസവിച്ചു. ആൺകൊച്ചാണ്. ആൺകൊച്ചാണോ? ദൈവമേ നന്ദി. പിന്നെ ഡോക്ടർക്ക് ഡൗട്ട്. എന്തോ? ഇവര് രണ്ടുപേരിൽ ആരാ ആദ്യം പ്രസവിച്ചേ? രണ്ടുപേരും ഒരേ സമയം പ്രസവിച്ചത്. ഒരേ സമയം പ്രസവിച്ചല്ലേ? എന്റെ ദൈവമേ നന്ദി. ഇവർക്ക് സ്വത്തിന് വേണ്ടിയുള്ള പ്രസവമായിരുന്നു. പക്ഷെ എനിക്കെന്താ നമ്മുടെ കയ്യിലോട്ട് വരുന്ന കുട്ടിയല്ലേ നമുക്ക് സ്വത്ത്. എന്തായാലും ദൈവം എനിക്ക് ഈ 2 ഇരട്ടക്കുട്ടികൾ വേണമെന്നായിരുന്നു. ദൈവം അത് തന്ന് സന്തോഷമായി. ഒരു ഗോൾഡൻ മഞ്ഞെങ്കിലും തരണം വേണ്ടി ദൈവമേ.